കാറിലിരിക്കുമ്പോൾ പോലും മനസ്സ് മുഴുവൻ ആദിയേട്ടനിലാണ്. എന്താണ് ഇതിന് മാത്രം ചിന്തിക്കാനെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ആരെങ്കിലുമൊക്കെ സ്വന്തമായി ഉണ്ടെന്ന് തോന്നുന്നത് ആ വീട്ടിലും വീട്ടുകാരുടെ കൂടെയും ഉള്ളപ്പോഴാണ്. വല്യമ്മ തട്ടി വിളിച്ചപ്പോഴാണ് വീടെത്തിയെന്ന കാര്യം അറിഞ്ഞത്. അതുവരെ എന്തൊക്കെയോ ചിന്തകളിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. വീടിന് മുന്നിലെത്തിയപ്പോഴേക്കും മനസ്സ് വീണ്ടും അസ്വസ്ഥമാകാൻ തുടങ്ങി. അവസാനമായി ഇവിടെ നിന്നും പോകുമ്പോൾ ഇനി ഒരിക്കലും ഈ പടികൾ ചവിട്ടില്ലെന്ന് തീരുമാനിച്ചത് ഓർത്തു. ഒട്ടും ഇഷ്ടമില്ലാതെയാണെങ്കിൽ പോലും വിധി വീണ്ടും ഇവിടെ എന്നെ എത്തിച്ചെന്നതോർത്ത് എന്നോട് തന്നെ എനിക്ക് സഹതാപം തോന്നി. വീടിൻ്റെ വാതിക്കൽ നോക്കി കഴിഞ്ഞുപോയ പലതും ഓർക്കുകയാണ് അമ്മ ഒന്ന് കയ്യിൽ പിടിച്ചത്. അമ്മയുടെ മുഖത്ത് നല്ല തെളിച്ചം, നല്ല സന്തോഷം. നിർവികാരതയോടെ ഞാൻ ആ മുഖത്തേക്ക് നോക്കി. അനാഥയെപ്പോലെ പടിയിറങ്ങിയ എന്നെ ഓർമ്മ വന്നു. മകളല്ലെന്ന് പറഞ്ഞ അമ്മയുടെ മുഖം ഓർമ്മയിൽ തെളിഞ്ഞു. എൻ്റെ മുഖത്തെ സന്തോഷമില്ലായ്മ കണ്ടിട്ടാവണം അമ്മയുടെ മുഖമൊന്ന് മങ്ങി. പെട്ടെന്ന് തന്നെ മോഹഭാവം സന്തോഷം ഭാവിച്ച് എൻ്റെ കൈ പിടിച്ചു. വാ മോളെ, കയ്യിൽ പിടിച്ച അമ്മ അകത്തേക്ക് കൂട്ടി. അകത്തേക്ക് ചെന്നതും ആകെ ഒരു ശൂന്യത. അമ്മയ്ക്ക് കൈ പിടിച്ചും തലയിൽ തലോടിയും ഒന്നും മതിയാവാത്തതുപോലെ. അച്ഛനും അടുത്തു നിന്ന് മാറാതെയുണ്ട്. ഇവയേക്കാളൊക്കെ വലുതായി അപ്പുവേട്ടൻ്റെ കണ്ണ് തെറ്റാതെയുള്ള നോട്ടം. ആകെ കൂടെ വല്ലാത്തൊരു അസ്വസ്ഥത. അമ്മമ്മ ഉണ്ടായിരുന്നു വീട്ടിൽ. എൻ്റെ നോട്ടം നേരെ അമ്മമ്മയിലേക്ക് ചെന്നു. എന്നെ ഒന്ന് രക്ഷിക്കുമെന്ന് പറയാതെ പറഞ്ഞുകൊണ്ടൊരു നോട്ടം. മനസ്സിലായെന്ന് തോന്നുന്നു. രജനി ആശുപത്രിയിൽ നിന്ന് വന്നതല്ലേ, ചെന്ന് കുറച്ചു നേരം കിടക്ക്, ക്ഷീണം കാണും, അമ്മമ്മ അമ്മയോട് പറഞ്ഞു. ഏയ്, എനിക്ക് ക്ഷീണമൊന്നുമില്ലമ്മേ. അമ്മമ്മയുടെ വാക്കുകൾ വലിയ രീതിയിൽ അമ്മ ഗൗനിച്ചില്ല. അവൾക്കും കാണും ക്ഷീണം, ഉറക്കമൊന്നും ശരിയായി കാണില്ലല്ലോ. അവളൊന്ന് കുളിച്ച് കുറച്ചു നേരം കിടക്കട്ടെ. ഇത്തവണ അമ്മയ്ക്ക് എന്നെ മോചിപ്പിക്കേണ്ടി വന്നു. വേഗം മുകളിലേക്ക് ചെന്നു, എൻ്റെ മുറിയിലേക്ക്, അല്ല എൻ്റേതായിരുന്ന മുറിയിലേക്ക്. അച്ഛനും അമ്മയും എത്രയൊക്കെ സ്നേഹം കാണിക്കുമ്പോഴും വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ തോന്നിയിരുന്നു. ഒന്നും അനുഭവിച്ചറിയാൻ പറ്റുന്നില്ല. ആ സ്നേഹത്തിനു മേലെ എൻ്റെ വേദന കൈയിടിക്കുന്നു. ചിലപ്പോൾ അതിൻ്റെ തോന്നലാവാം, അതോ മനുഷ്യ സഹജമോ അറിയില്ല. പെട്ടെന്ന് കയ്യിലെ ഫോൺ റിങ് ചെയ്തു. ഇതുവരെ അനുഭവപ്പെട്ട വീർപ്പുമുട്ടലിനൊരു മോചനം കൈവന്നതുപോലെ തോന്നി. ശ്വാസഗതി നേരെ ആയതുപോലെ ഒരു ആശ്വാസം. ഫോൺ സ്ക്രീനിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഒരു നിമിഷം വൈകാതെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെച്ചു. ഹലോ, ചുണ്ടിൽ മായാതെ നിന്ന് പുഞ്ചിരിയോടെ പറഞ്ഞു. ഹലോ പാർവതി, വീട്ടിലെത്തിയോ? മറുവശത്ത് നിന്നും ചോദ്യം വന്നു. എത്തി, സോറി കേട്ടോ, അത് അർജൻറ്റ് കാളായിരുന്നു, കോളേജിൽ മീറ്റിംഗ് ഉണ്ടെന്ന്. അത് പറയാൻ പ്രേമൻ സാർ വിളിച്ചതാ. ഇടയിൽ നിങ്ങൾ പോകുന്നത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഞാൻ കോളേജിലോട്ട് പോകുക. ഇങ്ങനെ എന്തൊക്കെയോ ആദ്യേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നു. നേരത്തെ തോന്നിയ വേദനയൊക്കെ കാറ്റത്ത് പറന്നു പോയതുപോലെ തോന്നി. മായാതെ മങ്ങാതെ ചുണ്ടിൽ ആ പുഞ്ചിരി തത്തിക്കളിച്ച് നിന്നു. വാക്കുകളൊന്നും പുറത്തേക്ക് വരാഞ്ഞതുകൊണ്ട് ഒരു മുഴുവൻ മാത്രമായി മറുപടി. അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ, സമയമില്ലാത്തത് കൊണ്ട് അങ്ങോട്ട് വരാഞ്ഞ്. പറ്റിയാൽ വൈകിട്ട് വരാം, ഇല്ലെങ്കിൽ നാളെ വരാം, ആദ്യേട്ടൻ പറഞ്ഞു. പിന്നെ എന്തൊക്കെയോ ഒന്ന് രണ്ടുമൊക്കെ പറഞ്ഞിരുന്നു. വാക്കുകൾക്ക് ക്ഷാമം അനുഭവപ്പെട്ടതുപോലൊരു നിശബ്ദതയായിരുന്നു എനിക്ക്. എന്തൊക്കെയോ പറയാൻ തോന്നുന്നു, ഒന്നും പറയാൻ പറ്റുന്നില്ല. സംസാരിക്കുന്നതിലുപരി ആദ്യേട്ടനെ കേൾക്കാനായിരുന്നു തോന്നിയത്. ആദ്യേട്ടൻ പിന്നെയും കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. ഡ്രൈവിങ്ങിലാണ്, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അതുവരെ തോന്നിയ വീർപ്പ് മുട്ടിയ അന്തരീക്ഷത്തിന് ഒരയവ് എന്നതുപോലെ തോന്നി. പിന്നീട് ഒരു ഉത്സാഹം മനസ്സിൽ നിറഞ്ഞു. വേഗത്തിൽ തന്നെ കുളിച്ചു, വേഷം മാറി കുറച്ചു നേരം കിടന്നു. ഉറക്കമൊന്നും വന്നില്ല. വെറുതെ താഴെ പോകാതെ ഏറെ നേരം കിടന്നു. ഊണ് കഴിക്കാൻ വല്യമ്മ വിളിച്ചപ്പോഴാണ് താഴെ ഇറങ്ങിയത്. അമ്മമ്മ വീട്ടിലുള്ളത് കൊണ്ട് അമ്പിളിയമ്മായി ഉണ്ടായിരുന്നു അവിടെ. അമ്പിളിയമ്മായിയാണ് ഉച്ചഭക്ഷണം തയ്യാറാക്കിയതെന്ന് തോന്നുന്നു. ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴും എല്ലാവർക്കും എന്നെ കഴിപ്പിക്കാൻ വല്ലാത്ത ഉത്സാഹം. എനിക്ക് വിളമ്പിത്തരാൻ എല്ലാവരും മുന്നിട്ട് നിന്നു. പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എൻ്റെ വിശപ്പകറ്റാൻ പാകത്തിന് മാത്രം കഴിച്ചു. ആരൊക്കെ നിർബന്ധിക്കുന്നതും ഗവനിച്ചില്ല. വൈകുന്നേരം ആകാനുള്ള ആകാംക്ഷയായിരുന്നു, കാത്തിരിപ്പായിരുന്നു. അതുവരെ ഒരു ഉത്സാഹമായിരുന്നു. പക്ഷേ സമയം പോകുന്തോറും ആവശ്യം കെട്ടു തുടങ്ങി, നിരാശ പടർന്നു തുടങ്ങി. അവസാനം വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, വരില്ലേ എന്ന്. മെസ്സേജ് സീൻ ചെയ്യുന്നതും കാത്തിരുന്നു ഒത്തിരി നേരം. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറുപടി വന്നു. വോയിസ് മെസ്സേജാണ്. കോളേജിൽ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങാൻ കുറച്ച് ലേറ്റായി, നാളെ വരാം. പിന്നെ ഒരു സ്മൈലിൻ്റെ ഇമോജി. വരില്ലെന്ന് പറഞ്ഞെങ്കിലും സങ്കടമൊന്നും തോന്നിയില്ല. എന്തുകൊണ്ടോ തോന്നിയില്ല, അത്ര തന്നെ. പക്ഷേ പ്രതീക്ഷിക്കാതെ അന്ന് രാത്രി തന്നെ ആൾ വന്നു. കാളിംഗ് ബെൽ ശബ്ദിക്കുന്നത് കേട്ടപ്പോഴും ആദ്യേട്ടനാകുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. അധിക നേരമൊന്നും നിന്നില്ലായിരുന്നു. വന്നപാടെ അച്ഛൻ സ്വീകരിച്ചിരുത്തി. മാമനും അപ്പോട്ടനും അമ്മായും പോയിരുന്നു. രാവിലെ വരും. അമ്മയെ ഫിസിയോതെറാപ്പി ചെയ്യാൻ കൊണ്ടുപോകാൻ വല്യമ്മ ഉണ്ടായിരുന്നു. വല്യമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ ചെന്ന നേരത്ത് അമ്മയെ കാണാൻ ആൾ മുറിയിൽ കയറി. അമ്മയെ കണ്ട് 1-2 വർത്തമാനമൊക്കെ പറഞ്ഞ് വല്യമ്മ കൊടുത്ത ജ്യൂസും കുടിച്ച പാടെ ആൾ പോകാൻ ഇറങ്ങി.
നേരം വൈകിയല്ലോ, രാത്രിയായില്ലേ. വല്യമ്മയും അമ്മയും അച്ഛനും ഭക്ഷണം കഴിച്ചു പോകാൻ ഒരുപാട് നിർദ്ദേശിച്ചെങ്കിലും നിന്നില്ല. അവസാനം പോകാൻ ഇറങ്ങിയപ്പോൾ ആൾ കാർ തുറന്ന് ഒരു ബാഗ് കയ്യിൽ വെച്ച് വന്നു. എൻ്റെ കോളേജ് ബാഗാണ്, ഇന്ന് വരേണ്ട എന്ന് കരുതിയതാ, ലേറ്റ് ആയതുകൊണ്ട്. പിന്നെ അവിടുത്തെ ബുക്സ് ഒന്നും എടുക്കാതെ അല്ലേ പോയത്. പറ്റിയാൽ ഇവിടുന്ന് കോളേജിൽ പോകാമല്ലോ, അല്ലെങ്കിൽ നോട്ട്സൊക്കെ ആരെങ്കിലും അയച്ചു തന്നാൽ അത് വായിക്കുകയും പഠിക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. ഞാനിവിടുന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ. പിന്നെ ആളധികം നിന്നില്ല, വേഗം യാത്ര പറഞ്ഞു പോയി. അമ്മയ്ക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ പോകേണ്ട ക്ലിനിക്ക് ഇവിടെ അടുത്ത ടൗണിലാണ്. ആദ്യത്തെ 2 ദിവസം കോളേജ് ലീവാക്കി ഞാനും കൂടെ ചെന്നു. പിന്നെ 3-ാമത്തെ ദിവസം മുതൽ അമ്മയുടെ കൂടെ ടൗൺ വരെ പോയിട്ട് അവിടുന്ന് കോളേജിലേക്ക് ബസ് കയറും. വേറൊന്നും കൊണ്ടല്ല, വീട്ടിൽ അമ്മമ്മയും അമ്പിളിയമ്മയും ഉണ്ടാവും. തൊട്ടടുത്ത വീടായതുകൊണ്ട് വല്യമ്മയും എപ്പോഴും വരും. പിന്നെ അച്ഛനും അപ്പോട്ടനും ഫിസിയോതെറാപ്പിക്ക് കൂടെ പോകും. എല്ലാവരും കൂടെ വേണ്ടല്ലോ, അതുകൊണ്ട് അച്ഛൻ തന്നെ പറഞ്ഞു കോളേജ് ലീവാക്കണ്ട എന്ന്. കോളേജിൽ പോകാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ഒരു സമാധാനം കൈവന്നു തുടങ്ങിയത്. വീട്ടിലുള്ളവർ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിൽ സന്തോഷം കണ്ടെത്താൻ ആവാതെ വീർപ്പൂട്ടേണ്ടി വരുന്ന അവസ്ഥ, അത് വല്ലാത്തൊരവസ്ഥയാണ്. അതിനപ്പുറമാണ് അപ്പുവേട്ടൻ്റെ നോട്ടം. നേരെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കാൻ അപ്പുവേട്ടന് തന്നെ ധൈര്യമില്ല എന്ന് ഇതോടെ തന്നെ മനസ്സിലായതാണ്. പക്ഷേ കണ്ണുകൾ കൊണ്ട് എപ്പോഴും പിന്തുടരുമ്പോൾ അസഹനീയമാണ്. അന്ന് കോളേജിൽ ചെന്ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ അനുവിനെയും ആദിയേട്ടനെയും കാണാമെന്ന് കരുതിയാണ് കാർ പാർക്കിങ്ങിലേക്ക് ചെന്നത്. പക്ഷേ ഇരുവർക്കും പുറമെ എനിക്ക് അപരിചിതയായ മറ്റൊരാൾ കൂടെ അവിടെ ഉണ്ടായിരുന്നു. സാരിയാണ് വേഷം. കണ്ടപ്പോൾ ഏകദേശം ഒരു ഊഹം വെച്ച് അധ്യാപികയാണ്. അനു ബഹുമാനത്തോടെ ഒരു വശത്തേക്ക് മാറി നിൽപ്പുണ്ട്. ആദിയേട്ടനുമായി കാര്യമായ എന്തോ ചർച്ചയിലാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് തന്നെ അങ്ങോട്ട് പോകാമെന്ന് കരുതി. ചർച്ചയൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരി അങ്ങ് പോയ ശേഷം ഞാൻ പതുക്കെ അവരുടെ അടുത്തേക്ക് നടന്നു. എന്നെ കണ്ടതും അനുവിൻ്റെ മുഖം വിടർന്നു. ഓടി വന്ന് ചേച്ചിയെന്ന് വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു. അപ്പോഴാണെന്ന് തോന്നുന്നു ആദിയേട്ടനും എന്നെ കണ്ടത്. പരസ്പരം ഒരു പുഞ്ചിരി കൈമാറി. ചേച്ചി ഞങ്ങളുടെ കൂടെ വരുന്നോ എന്ന് ആഹ്ലാദത്തോടെ അവൾ എന്നോട് ചോദിച്ചു. ഇല്ലെന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. മുഖം ചുളിച്ച് പരിഭവിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു. അമ്മയ്ക്ക് ഭേദമായിട്ട് വരുന്നു. അവളുടെ കവിളുകൾ പിടിച്ചു വലിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ കുറുമ്പോടെ പുഞ്ചിരിച്ചു കാട്ടി. ഇവളുടെ ഈ കുസൃതിയൊക്കെ ഞാൻ എന്തുമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്നോ. ആദിയേട്ടനോട് ഇതിലെ പോകുന്ന സാറുമാരും സ്റ്റുഡൻസും ഒക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആളുടെ ശ്രദ്ധ അതുകൊണ്ട് അങ്ങോട്ടായിരുന്നു. ആരാ ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് പോയെ? ഞാൻ അവളോട് ചോദിച്ചു. അത് ആദിയേട്ടൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ പുതിയ മിസ്സാണ്, അഞ്ജലി. ആദിയേട്ടൻ്റെ ജൂനിയർ ആയിരുന്നെന്ന് അനു പറഞ്ഞു. പിന്നെ കൂടുതലൊന്നും ഞാൻ ചോദിച്ചില്ല. അല്പനേരം അവളോട് സംസാരിച്ചിരുന്ന് എൻ്റെ ബസ്സിൻ്റെ ടൈമായപ്പോൾ ഞാൻ യാത്ര പറഞ്ഞ് തിരിഞ്ഞു. ആദിയേട്ടൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു. പിന്നീട് കുറച്ച് ദിവസങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ പതിവ് പോലെ അഞ്ജലി മിസ് എപ്പോഴും അവിടെ ഉണ്ടാകും. പക്ഷേ ഞാൻ ഇതുവരെ അടുത്തോട്ട് ചെന്നിട്ടില്ല അവരുള്ളപ്പോൾ. മുന്നിൽ ചെന്നാൽ ആരെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമെന്നെ. ടീച്ചറമ്മ ഫോൺ ചെയ്യും എന്നും വിശേഷങ്ങൾ അറിയാൻ. ഞാനില്ലാഞ്ഞിട്ട് എന്തൊക്കെയോ പോലെ ഉണ്ടെന്ന് പറയും. എൻ്റെ കാര്യവും മറിച്ചല്ല, തിരികെ ചെല്ലാൻ മനസ്സ് വെമ്പുന്നു. സ്വന്തം വീട് അന്യമായ എനിക്ക് അവിടെയല്ലേ എൻ്റെ സ്വർഗം. അങ്ങനെ ഏകദേശം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഏകദേശം ഓക്കെ ആയി. ടെൻഷനൊന്നും പാടില്ലെന്ന് അമ്മയ്ക്ക് ഡോക്ടറുടെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് പറ്റും പോലെയൊക്കെ വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിലും ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ അമ്മയ്ക്ക് ഭേദമായപ്പോൾ പിന്നെ തിരികെ പോകാമല്ലോ എന്ന സന്തോഷമായിരുന്നു എനിക്ക്. അപ്പോഴും അമ്മയെ എങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിക്കൂ എന്ന ചോദ്യചിഹ്നമായി മുന്നിൽ കിടന്നു. പ്രതീക്ഷിച്ചതുപോലെ പറഞ്ഞപ്പോൾ എതിർത്തു. കുറച്ച് ദിവസം കൂടി നിൽക്കാൻ കണ്ണീരോടെ പറഞ്ഞു. ആകെ ധർമ്മസങ്കടത്തിലായി. എങ്കിലും അവിടെയോ അമ്മമ്മ രക്ഷയ്ക്കെത്തി. കുറേ ദിവസമായില്ലേ ഇവിടെ, അവിടെ ചെന്ന് കുറച്ച് ദിവസം നിന്നിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അമ്മയെ ഒരുവിധം സമ്മതിപ്പിച്ചു. ഇടയ്ക്ക് വരാം എന്നൊക്കെ വാക്കൊക്കെ കൊടുക്കേണ്ടി വന്നു. അങ്ങോട്ടേക്ക് സർപ്രൈസായി പോകാമെന്നാണ് ചിന്തിച്ചത്. അതുകൊണ്ട് ആരോടും പറഞ്ഞില്ല. ക്ലാസ് കഴിഞ്ഞ് അനുവിൻ്റെയും ആദിയേട്ടൻ്റെയും കൂടെ അവരെ ഞെട്ടിച്ചുകൊണ്ട് കൂടെ ചെല്ലണമെന്ന് കരുതി. വീട്ടിൽ ചെല്ലുമ്പോൾ ടീച്ചറമ്മയ്ക്കും അത് വലിയ സർപ്രൈസ് ആവും. വലിയ ഉത്സാഹത്തോടെയാണ് അന്ന് കോളേജിലേക്ക് ചെന്നത്. പക്ഷേ അന്ന് രാവിലെ മുതൽ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു കോളേജിൽ. ഒരുപാട് കുട്ടികൾ ഒരു വശത്തിരുന്ന് സമരം നടത്തുന്നു, ദേഷ്യപ്പെടുന്നു. അധ്യാപകർക്കിടയിലും ബഹളം കേൾക്കുന്നു. പിന്നെയാണ് കാര്യം അറിഞ്ഞത്. ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻസ് സ്റ്റഡി ടൂർ പോയിരുന്നു. അതിൽ കുറച്ച് പെൺകുട്ടികളോട് കോളേജിലെ 2 അധ്യാപകന്മാർ മധ്യേ വെച്ച് മോശമായി പെരുമാറി, അശ്ലീല ചുവയോടെ സംസാരിച്ചു എന്ന് കേട്ടിട്ട് എല്ലാവരും ഞെട്ടലിലാണ്. ആ 2 പേരെ ഡിസ്മിസ് ചെയ്യണം എന്നും പറഞ്ഞുള്ള ബഹളമാണ്. വിദ്യാർത്ഥികളുടെ ആവശ്യം മറ്റൊന്ന്, അവരെ കുട്ടികൾക്ക് വിട്ടു നൽകാൻ മര്യാദ പഠിപ്പിച്ച് കൊള്ളാമെന്ന്.
ആകെ മൊത്തം ബഹളം. ക്ലാസ്സുകളൊന്നും നടക്കില്ല എന്ന് ഉറപ്പായി. കുറച്ചു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടെ വഷളായി. വിദ്യാർത്ഥികൾ അക്രമാസക്തരായി. പല ഭാഗത്തു നിന്നും കല്ലേറ് പോലും നടക്കാൻ തുടങ്ങി. അവസാനം മറ്റുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷപ്പെട്ട് ഓടാൻ തുടങ്ങി. അത്രയും വലിയ അന്തരീക്ഷം. ഞാൻ എങ്ങനെയൊക്കെയോ അനുവിൻ്റെ ക്ലാസ്സിൻ്റെ മുന്നിലേക്ക് ചെന്ന് അവളെയും കൂട്ടി ഒരു വിധത്തിൽ കാർ പാർക്കിങ്ങിൻ്റെ ഒരു വശത്തേക്ക് മാറി. ഞങ്ങൾ രണ്ടുപേരും വല്ലാതെ ഭയപ്പെട്ടിരുന്നു. അപ്പോഴാണ് അഞ്ജലി മിസ് ഓടിക്കിടച്ചു വരുന്നത് കണ്ടത്. പക്ഷേ വഴിയിൽ വെച്ച് ആരോ കല്ലെറിഞ്ഞപ്പോൾ അത് അഞ്ജലി മിസ്സിൻ്റെ നെറ്റിയിൽ ശക്തമായി ഇടിച്ചു തലപൊട്ടി ചോര വരാൻ തുടങ്ങി. ചിതറിയോടുന്ന അക്രമാസക്തരായ വിദ്യാർത്ഥികൾക്കിടയിൽ നെറ്റിയിൽ ഇരുകൈകളും അമർത്തിവെച്ച് മിസ് കരയാൻ തുടങ്ങി. ഒന്നും ചെയ്യാൻ പറ്റാതെ ഞങ്ങളും ആകെ ഭയപ്പെട്ടു. പക്ഷേ ഭാഗ്യത്തിന് ആദിയേട്ടൻ എവിടെ നിന്നോ ഓടിയെന്നു. ഒന്നും ചെയ്യാനാവാതെ നിന്ന് കരയുന്ന മിസ്സിനെ ചേർത്ത് പിടിച്ച് ആദിയേട്ടൻ ഒരു വശത്തേക്ക് മാറി. അതേസമയം തന്നെ ഞങ്ങളും അങ്ങോട്ട് ഓടി. വേദന താങ്ങാനാവാതെ മിസ് കരയുകയായിരുന്നു. എങ്ങനെയൊക്കെയോ ഞങ്ങൾ തന്നെ അടുത്തുള്ള ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി. കോളേജിൻ്റെ തൊട്ടടുത്തൊരു ക്ലിനിക്കുണ്ട്. അവിടെ കോളേജിൻ്റെ പിന്നിലെ ചെറിയ ഗേറ്റ് വഴിയാണ് കൊണ്ടുപോയത്. വണ്ടിയെടുത്ത് പോകാൻ കഴിയില്ലായിരുന്നു. അവിടെ ചെന്ന് മുറിവൊക്കെ ഡ്രസ്സ് ചെയ്യിച്ചു. വേദന കൊണ്ട് ആദിയേട്ടൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു മിസ്. ഒക്കെ കഴിഞ്ഞ് അല്പനേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. അതിനിടയിൽ മരുന്നും മറ്റും ആദിയേട്ടൻ തന്നെ വാങ്ങി വന്നു. മിസ്സിന് ചായയും പലഹാരവും ഒക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തു. പക്ഷേ അപ്പോഴേക്കും ഞാൻ ശ്രദ്ധിച്ച കാര്യം മറ്റൊന്നായിരുന്നു. അഞ്ജലി മിസ്സിൻ്റെ കണ്ണുകൾ ആദിയേട്ടനിൽ തന്നെയായിരുന്നു. എന്തിനും ഏതിനും ആദിയേട്ട എന്നുള്ള വിളിയും. ആദ്യം കാര്യമാക്കിയില്ല എങ്കിലും പിന്നീട് എനിക്കത് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കാൻ തുടങ്ങി. ഇടയിൽ ആദിയേട്ടൻ എന്തോ സുഖവിവരം അന്വേഷിച്ചോ ആശ്വസിപ്പിക്കാൻ വേണ്ടി മിസ്സിൻ്റെ കൈപ്പത്തിയിൽ ഒന്ന് ചെറുതായി തട്ടി പുറത്തേക്ക് പോയി. നാണത്തോടെ കൂമ്പിയ മിസ്സിൻ്റെ കണ്ണുകളും മുഖവും ആദിയേട്ട ശ്രദ്ധിച്ചില്ലെങ്കിലും ഞാനത് വ്യക്തമായി കണ്ടു. ആദിയേട്ടൻ പുറത്തേക്ക് പോയിട്ടും ആദിയേട്ടൻ്റെ നേരെ നിന്ന് നോട്ടം മാറ്റാതെ തന്നെ പരിസരം പോലും മറന്ന് ആദിയേട്ടൻ തൊട്ട കൈപ്പത്തി പിടിച്ച് നെഞ്ചോരം ചേർത്ത് പിടിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടി. പക്ഷേ അതിന് കാരണം അഞ്ജലി മിസ്സിന് ആദിയേട്ടനോട് പ്രണയമാണെന്ന തിരിച്ചറിവില്ലായിരുന്നു. മറിച്ച് ആദിയേട്ടന് എൻ്റെ മനസ്സിൽ ഞാൻ നൽകിയ സ്ഥാനം എന്താണെന്നും ആദിയേട്ടനോട് എനിക്കുള്ള വികാരം എന്താണെന്നും തിരിച്ചറിഞ്ഞതിൻ്റെ ഭയമായിരുന്നു അത്. എൻ്റെ പ്രണയം ഞാൻ തിരിച്ചറിഞ്ഞതിനുള്ള ഭയം.